ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക്. പോയ കാലത്തിന്റെ സിനിമാ ചുമരുകളിൽ അലങ്കാരത്തോടെ എഴുതി വച്ചിട്ടുണ്ട് ഈ മനുഷ്യന്റെ പേര്. ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ ഭാഗമായി നിന്ന് അതിരുകളില്ലാത്തത്ര പ്രശസ്തി നേടിയ ഒരു കലാകാരനാണിത്. സിനിമയ്ക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാൾ. കിത്തോ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കലാസംവിധായകനായും പോസ്റ്റർ ഡിസൈനറായും സിനിമയ്ക്ക് വലിയ വലിയ സംഭാവനകൾ നൽകിയതാണ് ഇദ്ദേഹം. വരയും വർണ്ണവും കൊണ്ട് സിനിമാ ആസ്വാദകർക്ക് വിസ്മയങ്ങൾ ഒരുപാട് സമ്മാനിച്ച കലാകാരൻ. ഏറെ അറിയപ്പെടുകയും ഏറെ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്ത ഈ ചലച്ചിത്രകാരൻ ഇന്ന് സിനിമാ രംഗത്ത് നിന്ന് ഏറെക്കുറെ അകലെയാണ്. സിനിമ അങ്കണം വിട്ടു നിൽക്കുമ്പോഴും കിത്തോയുടെ മനസ്സിൽ നിന്ന് വെള്ളിത്തിരിയുടെ വെള്ളി വെളിച്ചം മാഞ്ഞു പോകുന്നതേയില്ല. ഈ മനസ്സിലെ മധുരതരമായ ഓർമ്മകൾക്കുമുണ്ട് ആ തിളക്കം. കുട്ടിക്കാലം പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലേ തുടങ്ങി തന്നെ വരയ്ക്കാൻ ഒക്കെ വളരെ താല്പര്യമായിരുന്നു. എൻ്റെ അമ്മ വലിയ മുറ്റമുള്ള ഒരു വീടായിരുന്നു എൻ്റെത്. അമ്മ മുറ്റമടിച്ച് നല്ല കാലത്തെ നല്ല ഭംഗിയായിട്ട് മുറ്റമടിച്ചിടും. അപ്പോൾ ഞാൻ എൻ്റെ കളരി അവിടെ ആരംഭിക്കും. ആ മുറ്റത്ത് എനിക്ക് തോന്നുന്നതൊക്കെ ഇങ്ങനെ വരച്ചിടും പലതും. അപ്പോൾ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ അതൊക്കെ വന്ന് നോക്കുകയും അവരൊക്കെ എനിക്ക് വേണ്ടത്ര ഒരു ഉത്സാഹവും പ്രോത്സാഹനവും ഒക്കെ തരും. അതായിരുന്നു എൻ്റെ ആ ചെറുപ്പകാലത്തിലുള്ള ഒരു അനുഭവം. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ തന്നെ ഈ ക്ലേയും അതുപോലെയുള്ള സാധനങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാക്കും. ഒരു കൊയ്ത്തുകാരനോ ഒരു കാളവണ്ടിക്കാരനോ അല്ലെങ്കിൽ ഉഴവുകാരനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചെളിയിൽ ക്ലേയിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത് എന്നിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ മറ്റേ എൻ്റെ കസിൻ തരും. ഞാനതങ്ങനെ പെയിൻറ്റ് ചെയ്യും. അത് ആയിരുന്നു ചെറുപ്പത്തിലുള്ള ഒരു പ്രവർത്തന രീതി. സ്കൂളിലും സാറന്മാർക്കൊക്കെ എന്നോട് വലിയ താല്പര്യമായിരുന്നു. കാരണം സ്കൂളിലും അവിടെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഞാനത് ചെയ്യും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സ്കൂളിൽ നിന്നും എനിക്ക് നല്ല പ്രോത്സാഹനമൊക്കെ കിട്ടിയിരുന്നു. ഈശ്വരന്റെ അനുഗ്രഹം തൊട്ട വിരലുകളുമായി കലാരംഗത്ത് അടയാളമെഴുതാനുള്ള കിത്തോയുടെ യാത്ര ബാല്യത്തിലേ തുടങ്ങിയതാണ്. ജന്മനാടിന്റെ സ്നേഹവാത്സല്യങ്ങളും പ്രോത്സാഹനങ്ങളും കലാകാരന് വേണ്ടുവോളം കിട്ടി. സ്കൂൾ പഠിപ്പ് കാലത്ത് തന്നെ വരകളുടെ ലോകത്ത് സ്വന്തമായി ഒരിടം കണ്ടെത്താൻ കിത്തോയ്ക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ പഠിച്ചു പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും ഈ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കായിരിക്കും. പിന്നെ സ്കൂളിൽ എല്ലാവർക്കും അറിയാം പ്രൈസ് ഞാൻ കൊണ്ടുപോകും. അതങ്ങനെ ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തുടങ്ങി തന്നെ എനിക്കൊരു വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, ഈ പാർട്ട് ടൈം വർക്ക്. സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവിടെ ഒരു കൊച്ചിൻ ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും വരച്ച ഡ്രോയിങ്ങാണ് ആവശ്യം. പണ്ട് ഇപ്പോഴുള്ള ഇതുപോലെ ഓഫ്സെറ്റ് അന്നില്ലല്ലോ. എല്ലാം ഈ അച്ചിൽ കൊത്തിയെടുത്തിട്ട് അതാണ് ബ്ലോക്ക് ചെയ്താണ് പണ്ട് പ്രിൻ്റ് ചെയ്ത് തരുന്നത്. ആ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പലതും വരയ്ക്കേണ്ടി വരും. ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു നല്ല വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴും മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന പതിവ് തുടരുക തന്നെ ചെയ്തു. കലാലയ ജീവിതം ഈ കലാകാരന് മറ്റൊരുപാട് ഭാഗ്യാനുഭവങ്ങളും സമ്മാനിച്ചു. ചില നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതും അക്കാലത്താണ്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ജീവിക്കാൻ മോഹിച്ച കിത്തോ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിൽക്കാതെ ആ വഴിയിലേക്ക് തിരിയുകയായിരുന്നു. പിന്നീട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ സീനിയറായിരുന്നു JC കുറ്റിക്കാട്. പുള്ളിയും ഒരു ആർട്ടിസ്റ്റായിരുന്നു, നന്നായിട്ട് വരയ്ക്കും. JC കുറ്റിക്കാട്. പിന്നെ എൻ്റെ ജൂനിയറായിരുന്നു ഇയാൾ, കൊച്ചിൻ അനീഫ. അപ്പോൾ അങ്ങനെയുള്ള കലാകാരന്മാരായിട്ടുള്ള ഒരു സമ്പർക്കം അന്നേ ഉണ്ട്. അപ്പോൾ സ്കൂളിൽ പിന്നെ നാടകങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ JCയും ഉണ്ടാവും. എൻ്റെ സീനിയറാണല്ലോ. പക്ഷേ JC സീനിയറായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ്. അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്നപ്പോഴത്തേക്കും ഞാൻ മാർസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. പ്രീ യൂണിവേഴ്സിറ്റി വരെ പഠിച്ചുള്ളൂ. അപ്പോൾ ആ പഠിച്ച കൊല്ലം
അവിടെ നിന്ന് ഒരു ഗോൾഡ് മെഡലാണ് എനിക്ക് കിട്ടിയത് ആർട്ടിസ്റ്റായിട്ട്. അതായത് കോന്നോത്ത് ഗോവിന്ദമേനോൻ അവാർഡ്. പഠിക്കാനായിട്ട് ഞാൻ മിടുക്കനായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്വയം തീരുമാനമെടുത്ത് ഇതിനി മുമ്പോട്ട് പോകാൻ, നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ പഠിത്തം മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് എനിക്കുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത വന്നതോടുകൂടി സേവ്യർ അത്തിപ്പറമ്പൻ എന്ന് പറയും, അയാളൊരു നല്ല പോർട്രേറ്റ് ആർട്ടിസ്റ്റായിരുന്നു, നല്ല മിടുക്കനായിരുന്നു. അദ്ദേഹം എന്നെ കൊച്ചിൻ സ്കൂൾ ഓഫ് ആർട്സിൽ കൊണ്ട് ചേർത്ത്. അദ്ദേഹമാണ് എന്നെ കൊണ്ട് അവിടെ ചേർത്തത്. സ്കൂൾ ഓഫ് ആർട്സിൽ ഒരു 4 കൊല്ലക്കാലം അവിടെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളം കിത്തോയെ ആദ്യം അറിഞ്ഞു തുടങ്ങുന്നത് ഒരു ചിത്രകാരൻ എന്ന നിലയിലാണ്. ഒരു കാലത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെയും ആർട്ടിസ്റ്റായിരുന്നു ഇദ്ദേഹം. സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥി ജീവിതം വിജയകരമായി പൂർത്തിയാക്കി ബ്രഷും പേനയുമായി ജീവിതമാർഗം അന്വേഷിച്ചിറങ്ങിയ കിത്തോയെ പ്രസിദ്ധിയിലേക്കും പ്രശസ്തിയിലേക്കും വളർന്ന ചിത്രകാരനാകാൻ വഴിയൊരുക്കുന്നത് പ്രമുഖ എഴുത്തുകാരനായ കലൂർ ഡെന്നീസുമായുള്ള സൗഹൃദമാണ്. എന്ത് ജോലി ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷനിലായെന്ന് പറഞ്ഞാൽ ഈ ഇന്നുള്ള പോലെയുള്ള അവസരങ്ങളൊന്നും അന്നില്ല ഈ ആർട്ടിസ്റ്റുകൾക്ക്. വരയ്ക്കാനും ഒന്നും ചാൻസ് ഇല്ല. ആകെ എനിക്ക് പഴയ നേരത്തെ ഉണ്ടായിരുന്ന ആ ബ്ലോക്ക് സ്റ്റുഡിയോ, മെറ്റൽ ബ്ലോക്ക് സ്റ്റുഡിയോയിൽ മാത്രമേ ചെറിയ ജോലി കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഓഫീസ് തുടങ്ങാം. അങ്ങനെ MG റോഡിലുള്ള ഒരു ഓഫീസിൽ ഒരു റൂമെടുത്ത് ഞാൻ ഓഫീസ് തുടങ്ങി. കലൂർ ഡെന്നീസായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ നല്ല അടുപ്പമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിത്രകൗമുദി എന്ന ഒരു വീക്കിലി, ആ ചിത്രകൗമുദിയിൽ കലൂർ ഡെന്നീസ് നീണ്ട കഥയൊക്കെ എഴുതുമായിരുന്നു. ആ കഥയ്ക്ക് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളൊരു പരിപാടി ഈ ഡെന്നീസ് മുഖേന ചിത്രകൗമുദിയിൽ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ അത് അച്ചടിച്ച് നല്ല പ്രചാരത്തിൽ വന്ന ഒരു മാസികയായിരുന്നു. അതിനകത്ത് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കണ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കതൊരു ചാൻസായി. എല്ലാ പത്രങ്ങളിലും ഞാൻ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഒരുപാട് സിനിമാക്കാരുമായി സൗഹൃദമുണ്ടായിരുന്നെങ്കിലും സിനിമയുടെ തട്ടകത്തിൽ ഇടം നേടാനുള്ള പരിശ്രമമൊന്നും കിത്തോ നടത്തിയിരുന്നില്ല. എന്നിട്ടും ഇദ്ദേഹം സിനിമയുടെ ഭാഗമായി മാറി. ആദ്യ അവസരത്തിൽ തന്നെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയമായ 2 വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യമാണുണ്ടായത്. പത്രത്തിൽ വരയ്ക്കാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിൽ സിനിമാ മാസികകളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ സിനിമാ മാസികകളിലും ഇങ്ങനെ വരയ്ക്കുന്നതിനിടയിൽ ഒരുപാട് സിനിമാക്കാരായിട്ട് പരിചയപ്പെടാൻ സാധ്യതയായി. അങ്ങനെ IV ശശിയായിട്ട് പരിചയപ്പെടാൻ വളരെ ഒരു നല്ല സന്ദർഭം ഉണ്ടായി. എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു നിലപാട് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ അതിൻ്റെ റെമ്യൂണറേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഇടിവ് പറ്റി. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് അതിനുള്ള വേതനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അതുപോലെ കലാരംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആളുകൾ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ നിലനിൽപ്പ് പരിങ്ങലിലായി. എന്നാലും ഞങ്ങൾക്ക് വർക്കൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ സാമ്പത്തികമായിട്ട് പരാജയത്തിലായി. പല ആളുകളും ജോലി ചെയ്ത പൈസ തരാത്ത ഒരു ചുറ്റുപാടായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഈ രീതി മുമ്പോട്ട് പോയാൽ ശരിയാവില്ല, മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും നോക്കണം എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു വൈദികൻ മാത്യു നായ്ക്കനാമ്പറമ്പൽ എന്ന് പറയുന്ന ഒരു വൈദികൻ, പുള്ളി അദ്ദേഹം ഈ ധ്യാനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ച് ഈ സിനിമയുടെ ഒരു തളർച്ച നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അങ്ങനെ ഞാൻ പിന്നെ ബൈബിള് പഠിക്കാനും ബൈബിളിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അത് വായിച്ച് അതിൻ്റെ ചിത്രീകരണത്തിന് കൂടുതൽ ഇടപഴകാൻ തുടങ്ങി.
അങ്ങനെ എനിക്കതൊരു നല്ലൊരു മറ്റൊരു മാർഗത്തിലേക്ക് തിരിയാനായിട്ട് ആ ഒരു സന്ദർഭം ഉപകാരപ്പെട്ടു. ഇപ്പം ഞാൻ കൂടുതലും താല്പര്യം കാണിച്ച് ചെയ്യുന്നത് ഈ ബൈബിൾ സംബന്ധമായിട്ടുള്ള ഇല്ലസ്ട്രേഷനും പെയിൻറ്റിങ്സും അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ്. ആ വർക്കുകളിലേക്ക് ഇപ്പോൾ ഒരുപാട് ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞ് ഒരു 8 അടി 10 അടി വീതമുള്ള 10 പെയിൻറ്റിങ്ങുകൾ ഈ സ്കൂൾ ചർച്ചിൽ നൊവേന ചർച്ചിൽ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലുള്ള പല ധ്യാന കേന്ദ്രങ്ങളിലുള്ള സ്റ്റേജ്, പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ അൾത്താര ഡിസൈൻസ്, പിന്നെ പെയിൻറ്റിങ്, മ്യൂറൽസ്, ഈ സിമെൻറ്റിലുള്ള മ്യൂറൽസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വർക്കുകൾ അതിന് ശേഷം ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് വാസ്തവത്തിൽ എനിക്ക് കൂടുതൽ ജോലിക്ക് ഒരു താല്പര്യം തോന്നിയത് ഇങ്ങനെയുള്ള, അത് നമ്മൾ ജന്മവാസന ഈ സിനിമ പോസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല, നമ്മളുടെ കഴിവുകളെല്ലാം അവിടെ പ്രകടിപ്പിക്കാൻ പറ്റും. സാമ്പത്തികമായിട്ടും എനിക്ക് മറ്റ് വർക്കുകളിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ മാനസികമായിട്ടും അത് വലിയൊരു സുഖം എനിക്ക് കിട്ടാൻ തുടങ്ങി. ഇത് കിത്തോ എന്ന വലിയ കലാകാരന്റെ ചെറിയ കുടുംബം. ഈ വീട്ടിൽ ഇദ്ദേഹം സംതൃപ്തനായ കുടുംബനാഥൻ, സന്തോഷവാനായ ഭർത്താവും പിതാവുമാണ് ഇവിടെ കിത്തോ. ഇനി എൻ്റെ കുടുംബത്തിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, പേര് ലില്ലി. ഇത് എൻ്റെ ഇളയ മോനാണ് കമൽ കിത്തോ. മൂത്ത ആൾ ദുബായിൽ വർക്ക് ചെയ്യാണ്, പേര് അനിൽ കിത്തോ. അയാൾ വിവാഹിതനാണ്, ഭാര്യയുടെ പേര് സ്വീറ്റി. എൻ്റെ ഈ പ്രവർത്തന മേഖലയിലേക്ക് ഒരു പിൻഗാമിയായിട്ടാണ് ഇയാളിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് സ്വന്തമായിട്ട് തന്നെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ പ്രധാനമായിട്ട് ജോലി ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ഈ മാഗസിൻസ്, സ്നേഹസേന, അതുപോലെ രശ്മി, അങ്ങനെയൊക്കെയുള്ള മാഗസിൻസിൻ്റെ ലേഔട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇയാളാണ്. സിനിമ വിട്ടു മാറി നിൽക്കുമ്പോഴും സിനിമയിലെ സൗഹൃദങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഈ കലാകാരൻ. ഒരിടവേളയ്ക്ക് ശേഷം ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ പിന്നണിയിൽ വീണ്ടും കിത്തോയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കടന്നുവരവ് പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങിയാണ്. ഞാൻ മിക്കവാറും പിന്നെ പല ആളുകളും സിനിമ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞിട്ടുണ്ട്. പല നേരത്തെ തന്നിരുന്ന ആളാണെങ്കിലും ഇടയ്ക്ക് വന്ന് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും ഞാൻ പിന്നെ അത് ഉത്സാഹം കാണിക്കാതെ നിരുത്സാഹപ്പെടുത്തി ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഈയിടെ ഒരു പടം നിർബന്ധിച്ച് എന്നോട് തന്നെ ചെയ്യണം എന്നാവശ്യപ്പെട്ടൊരു പടം വന്ന്, അത് ഇദ്ദേഹത്തിൻ്റെ മോഹൻ, ചട്ടക്കാരി മോഹനില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു പടം, ഗ്രാമം എന്നാണ് പേര്. ആ പടം ഞാൻ വർക്ക് ചെയ്തു. അത് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ വലിയ ബഡ്ജറ്റുള്ള പബ്ലിസിറ്റി അല്ല, ഒരു സാധാരണഗതിയിലുള്ള ഒരു പബ്ലിസിറ്റിയാണ്. അത് ഞാൻ ഈയിടെ ചെയ്ത്. സിനിമയിലല്ലെങ്കിലും കിത്തോ എന്ന കലാകാരൻ ഇവിടെ ഇപ്പോഴും തിരക്കിലാണ്. പേനയും ബ്രഷും ചായങ്ങളും ഉപേക്ഷിക്കാൻ ഇദ്ദേഹത്തിനാവുകയില്ല. അതെ, കലയുടെ നടവഴിയിലൂടെ കിത്തോ യാത്ര തുടരുക തന്നെയാണ്, വിസ്മയങ്ങൾ തീർത്തുകൊണ്ടുള്ള യാത്ര.